ക്ലാരമെടുത്തി ക്ലാരമെടുത്തി വരാനിങ്ങോട്ട് ഓടി. ഇവിടുത്തെ താഴേക്കിടും കേട്ടോ. മര്യാദക്കിരിക്കെ. എന്താ എന്താ പൂജ? എന്തീ പറയുന്നേ? മോളെ, പൂജ മോളെ, 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 മോളെ. പൂജ മോളെ, ഭാഗ്യം, എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാം. അല്ലടിയാ ആ ലൂയിസ്. ഡാളിയം, അവന്മാരുടെ കാര്യം എനിക്ക് വിട്ടേക്ക്. അവന്മാരെ പൊക്കാനുള്ള കാര്യമൊക്കെ ഞാൻ ചെയ്തോളാം. നിങ്ങൾ വാ.
ദത്ത ആദ്യക്കുട്ടനുണ്ടോ ഇവിടെ? ആ ഉണ്ടല്ലോ. ഏ? അല്ലേ അവൻ നിങ്ങളോട് ഔട്ടിങ്ങിന് വന്നല്ലേ? പിന്നെ എങ്ങനെ ഇവിടെ എത്തി? ദത്തേട്ടൻ അത് അവനോട് ചോദിച്ചില്ലേ? ഞാൻ ചോദിക്കാമോ പിടി വന്നിട്ട് വേണ്ടേ? മുറിക്കാത്തിരുന്ന് എന്തോ കാര്യമായ പഠിത്തത്തില്ല. അത് പഠിത്തമൊന്നുമല്ല, അവിടെ ചിറകിന്റെ അടിയിൽ കയറി ഇരിക്കോ. അല്ല അപ്പൊ നിങ്ങളോട് പറയാതാണോ പോന്നെ? ഒരക്ഷരം പറയാതെ നിന്ന നിപ്പില സാറേ അവൻ മുങ്ങിക്കളഞ്ഞത്. ഞങ്ങൾ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്നറിയോ? മുത്തശ്ശി എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? വിളിച്ചവനോട് ചോദിക്ക, അവൻ എന്ത് പരിപാടിയെ കാണിച്ചെന്ന്. അതെ മോനെ, നീ എന്താണ് ഞങ്ങളോട് പറയാതെ പോന്നെ? അത് അത് പോട്ടെ, വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാത്തെ? നിന്റെ ഭാര്യ പറഞ്ഞോ ഞങ്ങളുടെ ഫോൺ എടുക്കാൻ പാടില്ലെന്ന്? കണ്ടില്ലേ മുത്തശ്ശി അവൻ മിണ്ടാതെ നിൽക്കുന്നേ? വന്ന് ഈ ചെക്കൻ ആകെ കൈവിട്ടു പോയി. പ്രണയം ഒരു കൈവിടലല്ലോ ഏട്ടത്തി. ഇതിപ്പോ ഇത്രയും വലിയ വിചാരണയുടെ ആവശ്യമൊന്നുമില്ല. അവിടെ ആ ആംബിയൻസിൽ നിന്നപ്പോ ആദിക്ക് പൂജയെ കാണണമെന്ന് തോന്നി. നമ്മളോട് പറഞ്ഞ പോരാൻ സമ്മതിക്കില്ലല്ലോ. അപ്പൊ പിന്നെ ഇതല്ലാതെ വേറെ വഴിയില്ലല്ലോ. ഇതുവരെ ഇവൻ എന്ത് വൃത്തികേട് കാണിച്ചാലും ന്യായീകരിക്കാൻ മുത്തശ്ശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നീയും കൂടിയോ വെളുപ്പിക്കൽ ഗ്യാങ്ങില്? ഇവിടെ ആരും ആരെയും വെളുപ്പിക്കൊന്നും വേണ്ട. തെറ്റ് ആര് ചെയ്താലും അത് തെറ്റ് തന്നെയാ. ആദ്യം നീ കാണിച്ചത് ഒട്ടും ശരിയായില്ല. അഥവാ നിന്നെ ഇവൾ ഇവിടെ വിളിച്ചു വരുത്തിയതാണെങ്കിൽ അതും ശരിയായില്ല. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. ഇതൊക്കെ കണ്ടിട്ട് ദത്തേട്ടനൊന്നും പറയാനില്ലേ? അവന്റെ ഭാര്യ കാണുമെന്നതിന് ഞാനെന്ത് പറയാനാ? ഓഹോ, ഞങ്ങളെ തീ തെറ്റിച്ച് കൊന്നപ്പോ നിനക്ക് സമാധാനമായല്ലോ. എന്തിനാണ് നീ ഞങ്ങളിങ്ങനെ ദ്രോഹിക്കുന്നത്? ഞങ്ങൾ നിന്നോട് എന്ത് തെറ്റടി ചെയ്തത്? ഏട്ടത്തി എന്തിനാ അതിന് അവളോട് ചൂടാവുന്നേ? ദേ ഈ വായി നോക്കി നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? അവന്റെ മോന്ത കിട്ടണം കൊടുക്ക്, എന്നിട്ട് സംസാരിക്കും.